ചോറ്റാനിക്കര പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കണ്ണടച്ചിട്ട് നാളുകളേറെയായി. 14-ാം വാർഡിൽ അഗസ്ത്യാശ്രമം മുതൽ പുതിയകാവ് പാലം വരെയുള്ള ഭാഗത്താണ് തെരുവ് വിളക്കുകൾ നിലച്ചിരിക്കുന്നത്. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം രൂക്ഷമായതിനാൽ കാൽനടയാത്രികരും വാഹനയാത്രക്കാരും ഭീതിയോടെയാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചോറ്റാനിക്കര പഞ്ചായത്തിലെ അഗസ്ത്യാശ്രമം മുതൽ പുതിയകാവ് വരെയുള്ള തെരുവ് വിളക്കുകളാണ് മാസങ്ങളായി നിലച്ചിരിക്കുന്നത്. നിത്യവും വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞു മടങ്ങുന്ന സ്ത്രീകളും സഞ്ചരിക്കുന്ന വഴിയാണിത്. മാത്രമല്ല ഭാരമേറിയ വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നതിനാൽ തെരുവ് വിളക്കില്ലാത്തത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകളുടെ എണ്ണം നല്ല കുറവാണ്. ചിലയിടത്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ സ്ഥലത്തൊന്നുമില്ല. അതായത് ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഈ റോഡിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നടന്നു പോകാൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ പട്ടിയ പാമ്പ എന്താണെന്ന് വെച്ചാൽ വന്നൊന്നും കാണാൻ പോലും പറ്റൂല. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് തന്നെ ഒരു വണ്ടി ബ്രൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നടന്നു തന്നെ ആളെ വല്ല പട്ടി റോഡ് ക്രോസ് ചെയ്താലോ ഒന്നും കാണാൻ പറ്റൂല. ഭയങ്കര അപകടമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു മാസം മുന്നേ എനിക്കൊരു അപകടം ഉണ്ടായിരുന്നു. അത് ശരിക്കും സ്ട്രീറ്റ് ലൈറ്റ് ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് ഹെഡ് ലൈറ്റ് ഉണ്ടായില്ല. സ്റ്റിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്ന അപകടം ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിയാണ്. ഇപ്പോൾ കൂടുതലും ഹെവി വണ്ടികളൊക്കെ മറ്റേ ഗ്യാസ് വണ്ടി ട്രക്കുകളും ബസ്സായാലും കുറേ ഹെവി വണ്ടികളൊക്കെ പോകാൻ വഴിയാണ്. അപ്പോൾ ഹെഡ് ലൈറ്റ് അവരുടെ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് റോഡിൽ കാരണം അത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ടേണിലൊക്കെ ചില മെയിൻ ടേണുകളിൽ വരെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഹെവി വണ്ടി തന്നെയാണെങ്കിൽ നമുക്ക് റോഡ് ഇടയ്ക്ക് കാണാനേ പറ്റൂല. ഇഴജന്തുക്കളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം രൂക്ഷമായതിനാൽ കാൽനടക്കാരും വാഹനയാത്രികരും ഭീതിയോടെ സഞ്ചരിക്കുന്ന ഈ സാഹചര്യത്തിൽ അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുതിയകാടിനും മധ്യയുള്ള പാലത്തിനോട് ചേർന്ന് തന്നെയാണ്. അവിടെ നിന്ന് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം കഴിഞ്ഞ് ചോറ്റാനിക്കര പഞ്ചായത്തിലേക്ക് കിടക്കുന്ന ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ തുടക്ക ഭാഗങ്ങളിലെങ്ങുമില്ല. പിന്നെ ഇടയ്ക്കും അത്യാവശ്യം വരുന്ന ജംഗ്ഷൻ അതായത് ക്രോസ് റോഡുകളുള്ളിടത്തും ലൈറ്റുകളൊന്നും കത്തുന്നില്ല. അത് പഞ്ചായത്ത് ആണ് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കത്തിക്കലെല്ലാം KCB അല്ല പഞ്ചായത്തുകളാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്ത് അത് മുൻകൈയെടുത്ത് അവിടെ ബൾബുകൾ മാറ്റിയിടാനും ലൈനുകൾ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള മുൻകൈ എടുക്കണം. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ മലമ്പാമ്പ് വരെയും നമ്മളിവിടെ റോഡിൽ ഇറങ്ങുന്ന സമയമാണ്. ഇതെല്ലാം ഇവിടെ ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ ഇതുണ്ട്, വേസ്റ്റ് ഇടുന്നുണ്ട്. വേസ്റ്റ് ഇടുമ്പോൾ മറ്റേ നായ്ക്കളുടെ ശല്യം അതിനും രൂക്ഷമാണ്. പലരും ഇവിടെ വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ ഇതിൽ സഞ്ചരിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരുണ്ട്. എല്ലാവർക്കും അവിടെ നിന്ന് പുതിയകാവിൽ നിന്ന് ഓട്ടോ പിടിച്ച് കുരിക്കാടോ അല്ലെങ്കിൽ അഗസ്ത്യാമ്പലത്തിനോ അവിടെ വന്ന് ഇറങ്ങാൻ പറ്റുമോ? അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ബസ് ഉണ്ടാകണം. അപ്പോൾ പലരും നടന്നാണ് വരിക. അപ്പോൾ നടന്ന് വരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശം. അതിനെന്തെങ്കിലും ഒരു നടപടി എടുത്താൽ നന്നായിരിക്കും. എന്നാൽ ഈ പ്രശ്നത്തിന് അടിയന്തരമായി നടപടിയെടുക്കുമെന്നും തെരുവ് വിളക്കുകൾ ഉടൻ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. യാത്രക്കാരായ ഞങ്ങൾക്ക് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം പുതിയകാട് റോഡിൻ്റെ മധ്യഭാഗത്തുള്ള പാലത്തിൽ നിന്ന് അഗസ്ത്യ ക്ഷേത്രം വരെയുള്ള ഭാഗത്തേക്ക് നടന്നു പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. എന്നുവെച്ചാൽ ഇഴജന്തുക്കളുടെയും പട്ടികളുടെയും ശല്യം. അത് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 സ്ത്രീകളും പുരുഷന്മാരും കൂടെ വരുന്നുണ്ട്. അവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ആ പട്ടികൾ ശരിക്കും ഇവിടെ കിടന്ന് വിഹരിക്കുകയാണ്. ഒരു കാരണവശാലും ഒരാളെ പോലും നടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്ന് പാലത്തിൻ്റെ അടിയിലേക്ക് ഇടുന്നു. അങ്ങനെയുള്ള വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഉള്ളൊരു ഏരിയയാണ് ഈ പറയുന്ന സ്ഥലത്ത്. അവിടെ ലൈറ്റുകളില്ലാത്ത ഒരു അഭാവം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥലം, ഒരു ഏരിയ ആയിട്ടാണ് നിൽക്കുന്നത്. അത് വളരെ കാലമായിട്ട് വെളിച്ചമില്ല. പിന്നെ ഈ ഫ്ലാറ്റുകളുടെയും ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലും മൊബൈലിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. പക്ഷേ താഴെ കൂടി പോകുന്ന ഇഴജന്തുക്കളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ നടന്നു വരുമ്പോൾ അവർ തൊട്ട് മുന്നിൽ കൂടി ഒരു മലമ്പാമ്പ് വട്ടം റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. അവരിത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് പകച്ചു നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ വഴി വന്നിട്ട് അതിനെ ഓടിച്ച് മാറ്റിയിട്ട് ആ പുള്ളിയാണ് അവരെ കൊണ്ടുപോയി കുരിക്കാട് കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെയായിട്ട് നാളുകളേറെയാകുന്നു. അഗസ്ത്യാശ്രമം മുതൽ പുതിയാവ് പാലം വരെ കൂരിരുട്ടിലാണ്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും അപകട വക്കിലാണ്. തെരുവുനായ ശല്യവും അതിരൂക്ഷമാണ്. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് അധികാരികളോട് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത്.
ന്യൂസ് ബ്യൂറോ തൃപ്പൂണിത്തുറ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പും ഡൗൺലോഡ് ചെയ്യൂ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.